വന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാപം വെറുത്തിട്ടും പാപിയെ സ്നേഹിച്ച പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസ്യ വിസ്തൃതിയോടോ. ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസ്യ വിസ്തൃതിയോടോ. ഏതിനോട് തനിക്കും ദിവ്യ സ്നേഹം. നിനക്കു തുല്യൻ നീ മാത്രമല്ലോ. നിനക്കു തുല്യൻ നീ മാത്രമല്ലോ. നിൻ സ്നേഹം എത്രയോ അവർണ്ണനീയം. നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹം എത്രയോ അവർണ്ണനീയം. നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീചനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു. നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു. നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു. Praise the Lord. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. എന്താകുന്നു സുവിശേഷം എന്നത്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. കർത്താവിന്റെ ധന്യമായിരിക്കുന്ന നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഉച്ച ഭാഷണിയിലൂടെ ഈ പകൽക്കാലം ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ സശ്രദ്ധം വീക്ഷിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും വേഗം വരുമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഈ സമയം ഞങ്ങൾ അറിയിക്കുന്നു. ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ക്രിസ്തുനാഥന്റെ ആഹ്വാനപ്രകാരം പാപത്തിന്റെ കരാളഹസ്തങ്ങളിൽ അമർന്നു കിടക്കുന്ന മാനവകുലത്തെ രക്ഷിക്കുവാനും നീതീകരിക്കുവാനും ഉദ്ധരിപ്പാനും കഴിവുള്ള സത്യസുവിശേഷത്തിന്റെ വക്താക്കളായിട്ടാണ് ഇന്ന് പകൽക്കാലം ഈ ദേശത്ത് ഞങ്ങളായിരിക്കുന്നത്. ആകയാൽ ഞങ്ങളെ ശ്രമിക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം ചില നിമിഷങ്ങൾക്ക് ശേഷം താങ്കൾ ശ്രമിക്കുവാൻ പോകുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം, അത് ശ്രവിക്കുന്നതായിരിക്കുന്ന മാത്രയിൽ അതിൻ്റെതായിരിക്കുന്ന നിലയിൽ ഉൾക്കൊള്ളുവാനും ഗ്രഹിക്കുവാനും തീരുമാനങ്ങളെ ജീവിതത്തിൽ എടുക്കുവാനും സാധിച്ചാൽ നിശ്ചയമായിട്ടും ഈ സുവിശേഷ കേൾവി താങ്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഈ സമയം ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ള സുവിശേഷ കേൾവികളാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ മാനസാന്തരത്തിനും രൂപാന്തരത്തിനും കാരണമായി മാറുവാനിടയായി തീർന്നത്. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശ്രവിക്കുന്ന താങ്കൾ ഭവനങ്ങളിലും വഴിയോരങ്ങളിലും ആയിരിക്കുന്നത് പോലെ ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും നിരാശയുടെ അനുഭവത്തിലും നിന്നുകൊണ്ട് ഞങ്ങൾ ശ്രമിച്ചതായിരിക്കുന്ന ഈ ആത്മീയ സന്ദേശത്തിന്റെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്തപ്പോൾ അന്ന് കേട്ടതായിരിക്കുന്ന സുവിശേഷ കേൾവി
ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും വിടുതലിനും മുഖാന്തരമായി മാറുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ഈ സുവിശേഷത്തിന് താങ്കളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുവാനും താങ്കളുടെ ജീവിതത്തെ പണിതെടുക്കുവാനും കഴിവുള്ളത് കൊണ്ടാണ്, ശക്തിയുള്ളത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലവും വിവിധ തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് സമയം കണ്ടെത്തി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ആകയാൽ ഞങ്ങളെ ശ്രമിക്കുന്ന മാന്യമിത്രമേ, നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഈ സമയം ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്നതായിരിക്കുന്ന സമയം കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ വിജയദാസ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷമായിട്ട് പാസ്റ്റർ ടൈറ്റസ് പള്ളിപ്പാട് കർത്താവിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ നിന്ന് ആധികാരികമായി സംസാരിക്കുന്നതായിരിക്കും. ദൈവദാസനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രേക്ഷകരോട് ഞങ്ങൾ ഏറ്റവും വാത്സല്യം സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, വീണ്ടും നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവ് ഒരു ഭാഗത്ത് കർത്താവ് നിന്റെ വചനത്തെ ഘോഷിച്ച് വീണ്ടും മറ്റൊരു ഭാഗത്ത് കടന്നു നിന്റെ വചനത്തെ ഘോഷിപ്പാൻ തക്കൊണ്ട് നീ ഒരുക്കുന്നവരെ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. ദേശത്തെയും ദേശവാസികളെ നീ അനുഗ്രഹിക്കണം. ഈ ശബ്ദ പരിധി ആരെല്ലാം കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിലോട് കർത്താവ് വചനം ഇടപെടുവാൻ തക്കൊണ്ട് ഇടയാക്കണമേ. വചനം സംസാരിപ്പെടുന്ന ദാസനെ ശക്തീകരിക്കും, ബലപ്പെടുത്തും, ദേശത്ത് അനുഗ്രഹിക്കും. എല്ലാ പ്രതികൂലങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അരിച്ചു മാറ്റും, അത്ഭുതം പ്രവർത്തിക്കും. പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങളെ അടുത്ത മകലയുമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ദേശനിവാസികൾക്ക് വേഗമാഗമനം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ വന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കട്ടെ. പള്ളിപ്പാട് അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രിയുടെ ഭാഗമായി നടത്തിവരുന്നതായ സുവിശേഷ സന്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരിക്കൽ കൂടെ ഈ വേദിയിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുവിനെ ഉയർത്തുവാൻ ഞങ്ങൾ ഒരുക്കപ്പെടുന്നത്. എനിക്ക് മുമ്പായി ഇത് വിവരിച്ചു പറഞ്ഞതായ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഒരിക്കൽ ഈ സത്യത്തിനും ഈ സുവിശേഷത്തിനും ഈ രക്ഷാ സന്ദേശത്തിനും എതിരായിരുന്ന ഞങ്ങളെ ഇന്ന് ഇതിന്റെ വക്താക്കളാക്കി ദൈവം മാറ്റുവാനായിട്ടിടയായി തീർന്നു. അത് ദൈവത്തിന്റെ മഹാകരുണയാണ്. ദൈവം ഞങ്ങളെ ആഴമായി സ്നേഹിച്ചത് കൊണ്ട് ദേശം നോക്കാതെ, ഞങ്ങളുടേതായ അവസ്ഥകളൊന്നും നോക്കാതെ ദൈവത്തിന്റെ മഹാ സ്നേഹത്തിന്റെ പ്രദർശനങ്ങളാണ് ഇന്ന് മാന്യതയോടെ ഞങ്ങൾ ഈ ഭൂപരപ്പിൽ നിലകൊള്ളുവാനായിട്ടിടയാകുന്നത്. ആകയാൽ ഞങ്ങളെ ശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇന്ന് പകൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ മെസ്സേജ്, ഈ സുവിശേഷം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല. ഇതേപോലെയുള്ള സുവിശേഷ സന്ദേശങ്ങളാണ് ഇന്ന് അനേക കുടുംബങ്ങൾക്ക് സമാധാനം പകരുവാനായിട്ടിടയായത്. ചിലർക്ക് ജീവനെ മടക്കിക്കൊടുത്തത്, പ്രത്യാശയെ തിരികെ നൽകിയത് ഈ സുവിശേഷമാണ്. ആകയാൽ ഈ സന്ദേശത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ വേഗത്തിൽ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ പ്രഭാഷണ ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കട്ടെ. ദൈവത്തിന്റെ തിരുവചനത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. അത് ഞാൻ ഇവിടെ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. ആ പദം ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. ഈ ലോക ജനതയെ നോക്കിക്കൊണ്ട്, കോടി കോടി ജനതയെ നോക്കിക്കൊണ്ട് സർവശക്തനായ ദൈവം തന്റെ തിരുവചനത്തിൽ വിളിച്ചു പറയുകയാണ്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും അവിടുന്ന് നിയമിച്ചിരിക്കുകയാണ്. നിയമനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാറ്റം വരുത്തുവാൻ കഴിയാത്തതായ, അല്ലെങ്കിൽ അതിനെ ചെയ്യേണ്ട, അതിനെ പരിപാലിക്കേണ്ട, അങ്ങനെ തന്നെ നിവർത്തിക്കേണ്ടതായ ഒരു നിയമമാണ് അല്ലെ ന്യായവിധി എന്നുള്ളത്. ഞാൻ ആ വിഷയങ്ങളിലേക്ക് ഓരോ ഭാഗമായി കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. തിരുവചനം നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണല്ലോ, ഒരിക്കൽ മരണം, അല്ലെ നമുക്കറിയാമല്ലോ, ഈ ലോകത്തിൽ ജനിച്ചാൽ നിശ്ചയമായി മരണം ഉറപ്പാണ്. ജനനം എന്നതായ ആ വാതിലിലൂടെ പ്രവേശിച്ച് ജീവിതമാകുന്ന മൂന്നക്ഷരത്തിലൂടെ
ലോകത്തിലൂടെ യാത്ര ചെയ്ത് മരണമെന്നതായ മറുവാതിലൂടെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന അനുഭവത്തെയാണ് മരണമെന്ന് കാണുവാൻ കഴിയുന്നത്. കൊട്ടാരം മുതൽ കുടിൽ വരെയും ജാതി വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ നമ്മുടെ അനുവാദം കൂടാതെ കടന്നു വരുന്നതായ അതിഥിയാണ് മരണമെന്നുള്ളത്. താമ്ര കവാടങ്ങളും ഇരുമ്പോടാമ്പലുകളും കൽത്തുറങ്ങുകളും ഭേദിച്ചു വരുന്നതായ മരണമെന്നതായ ശത്രുവിനെ തോൽപ്പിക്കുവാനോ പരാജയപ്പെടുത്തുവാനോ ഇന്നത്തേതായ ലോകശാസ്ത്രത്തിനോ മതകോടതികൾക്കോ അല്ലെ തത്വസംഹിതകൾക്കോ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കോ കഴിയാതെ വണ്ണം സകലതും ആ മരണത്തിനു മുമ്പിൽ തച്ചുടയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാനായി കഴിയുന്നു. ഈ ലോകത്തിൽ പിറന്നു വീഴുന്നതായ വിദ്യാസമ്പന്നനായാലും വിദ്യാവിഹീനനായാലും സൗന്ദര്യമുള്ളവനായാലും വിരൂപിയായാലും യാചകനായാലും രാജാവായാലും ഏതു നിലയിൽ ജീവിക്കുന്നതായ ഏത് മനുഷ്യനായാലും ഇന്നില്ലെങ്കിൽ നാളെ അവന് മരണത്തിന് വിധേയപ്പെടേണ്ടിയിരിക്കുകയാണ്. മരണത്തെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. മരണത്തിന് മുമ്പിൽ മനുഷ്യൻ അതാ അവിടെ അവസാനിക്കുകയാണ്. നാം സമർത്ഥനായ അനേകരെ നാം എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ പലരും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടവരായി നമുക്ക് കാണുവാൻ കഴിയും. ഒരു കവിത തന്നെ ഇങ്ങനെയുണ്ടല്ലോ: അടുക്കളെന്ന് വേറെടുത്ത പൂർവിക പ്രമാണികൾക്ക് ഒടുക്കമെന്ന് സംഭവിച്ചു കേട്ട് കേൾവി ഇല്ലയോ, പഠിച്ച വിദ്യയൊന്നുമേ ഫലപ്പെടാതെ ദേഹിയെ വെടിഞ്ഞുപോയി പഞ്ചഭൂതമായി പിരിഞ്ഞുപോയി ജഡംഗമുക്രമാൽ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയ വിജ്ഞരും അമർന്നുപോയി കാലചക്ര യവനികയ്ക്കുള്ളിൽ പിന്നെ എന്തു സംഖ്യ മാറ്റമൊന്നുമില്ല നമുക്ക്. ആ രാജകനായാലും ശരി രാജാവായാലും സമർത്ഥനായാലും ശരി സകല മനുഷ്യരും ഒരേപോലെ മരണത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മരണത്തെ തോൽപ്പിക്കുവാൻ മനുഷ്യന് കഴിയത്തില്ല. രാജാക്കന്മാര് രാജ്യങ്ങളെ തോൽപ്പിച്ച ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കുവാനായി കഴിയുന്നു. രാജ്യങ്ങൾ വെല്ലുവിളിച്ച സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രാഷ്ട്രങ്ങൾ തമ്മിൽ വെല്ലുവിളിച്ച ചരിത്രങ്ങൾ നമുക്ക് ലോക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ മരണത്തെ ഇതുവരെ വെല്ലുവിളിക്കുവാൻ ഒരു രാജാക്കന്മാർക്കോ ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഒരു രാഷ്ട്ര തലവന്മാർക്കോ കഴിഞ്ഞിട്ടില്ല. സകലത്തിന്മേലും മരണത്തിന്റെ സകലരും അവിടെ അസ്തമിക്കുന്ന കഥകൾ അസ്തമിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മരണത്തെ അത് ഭയപ്പെടാതെ ഇതിന്റെ നടുവിലും മരണത്തെ വെല്ലുവിളിച്ച ഒരു ചരിത്രം നമുക്ക് പറയുവാനുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിലാണ്. മരണത്തെ വെല്ലുവിളിക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അലക്സാണ്ടർ ചക്രവർത്തി ഒഴുകി മറിയുന്ന നാല് കടലിനെ നോക്കി വെല്ലുവിളിച്ചു: കടലെ, നീ ഒരു സൈന്യമായിരുന്നു എങ്കിൽ ഞാൻ നിന്നെ തോൽപ്പിച്ച് നിന്നെ അടിമയാക്കുമായിരുന്നു. എന്നാൽ തന്റെ യൗവന പ്രായത്തിൽ മരണത്തിന്റെ മുമ്പിൽ ആ രാജാവ് അവർ അസ്തമിക്കുവാൻ അല്ലെങ്കിൽ അവൻ തോൽക്കപ്പെടുവാനായിട്ടിടയായി. ഇവയിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം എന്ന് ചോദിച്ചാൽ, മരണത്തിനെ കീഴടക്കുവാൻ ഇന്നത്തെ മനുഷ്യ വസ്തുക്കൾക്കോ ഇന്ന് കാണുന്നതായ കണ്ടുപിടുത്തങ്ങൾക്കോ ഒന്നും കഴിയാതെ വണ്ണം സകലതും മരണത്തിന് മുമ്പിൽ അടിയറവെക്കുമ്പോൾ ഇതാ മരണത്തെ വെല്ലുവിളിക്കുന്ന അനേക ദൈവോത്തന്മാരെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകൻ മാത്രമേ മരണത്തെ വെല്ലുവിളിച്ച ഭക്തന്മാരെ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളൂ. വേദപുസ്തകത്തിൽ പൗലോസ് എന്ന് പറയുന്ന ഭക്തൻ ഇങ്ങനെ പറയുന്നു: ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷം ഉള്ളവിടെ? തിരുലോക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 11 കോടി ജനമാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി രക്തസാക്ഷികളായി മാറുവാനായിട്ടിടയായത്. മരണത്തിന് മേൽ ഓടിയൊളിക്കാൻ കഴിയാതെ മരണത്തെ സ്വധൈര്യമായി അങ്ങോട്ട് കയറിച്ചെന്ന് മരണത്തെ കൈവരിച്ച ചരിത്ര വിശുദ്ധ വേദ പുസ്തകത്തിന് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഉണകുന്നത് ഇന്നും ഉണകിക്കൊണ്ടിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, ദൈവജനത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ദൈവിക വെളിപ്പാടിന്റെ മർമ്മമാണ് എന്ന് പറഞ്ഞാൽ മരണം കൊണ്ട് മനുഷ്യൻ അവസാനിക്കുന്നില്ല. മരണം മനുഷ്യന്റെ അവസാനമല്ല. മരണത്തിനപ്പുറം മനുഷ്യനൊരു ജീവിതമുണ്ട്. അത് പ്രാപിച്ചു എന്ന് ആത്മീയ തലത്തിൽ ഉറപ്പുള്ളവരായതുകൊണ്ട് ലോകജനതയുടെ നടുവിൽ മരണത്തെ സൈകാര്യമായി ഏറ്റെടുക്കുവാൻ ഈ ദൈവവിശ്വാസികൾക്ക് കഴിയുന്നുണ്ട്, ഇന്നും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
നമുക്കറിയാമല്ലോ. നെറ്റിലൂടെ പലപ്പോഴും പലരും കാണുന്ന കാഴ്ചകളാണ് സുവിശേഷ വിരോധികള്, സുവിശേഷ വിരോധികൾ, സുവിശേഷകന്മാര് അല്ലെ തള്ളിക്കൊണ്ടുവരായിട്ടിടയായി തീരുന്നത്. എന്നിട്ടും എന്റെ പുറകോട്ട് തിരിയാത്തത് എന്ന് ചോദിച്ചാൽ, എന്നിട്ടും എന്റെ ദൈവത്തെ ഉപേക്ഷിക്കാത്തത് ചോദിച്ചാൽ, ഞങ്ങൾക്കൊരു കാര്യം അറിയാൻ കഴിയും. മരണം മനുഷ്യന്റെ അവസാനമല്ല, മറ്റൊരു ജീവിതത്തിന്റെ തുടക്കമാണ്. ഇവയുടെ നിന്നുകൊണ്ട് ഞങ്ങൾ സൈതന്യമായി ഞങ്ങളുടെ കേൾവിക്കാരോട് പറയട്ടെ, മരണത്തിനപ്പുറം എന്ത് എന്ന് നിങ്ങൾക്ക് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ ആവർത്തിച്ച് ഞങ്ങൾ ഉച്ചൈസ്വരം വിളിച്ചു പറയട്ടെ, മരണം കൊണ്ട് മനുഷ്യൻ അവസാനിക്കുകയല്ല. പ്രിയ മാതാവേ, പ്രിയ സഹോദര, പ്രിയ ഛായ, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ഞാനൊരു ഭാഗം കൂടെ ആവർത്തിച്ച് ഈ ഭാഗത്തിലേക്ക് കടന്നു വന്നു. വേഗത്തിൽ എന്റെ പ്രഭാഷണത്തിന് ഞാൻ വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുക. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കണമേ, മരണം എങ്ങനെ വന്നു? മരണം എവിടെ വന്നു? മരണത്തിന്റെ ആരംഭം എവിടെ? മരണത്തിന്റെ ഉൽപ്പത്തി എവിടെ? തിരുവചനം അതിന് വ്യക്തമായ തെളിവുകൾ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. ഈ ഭൂമിയുടെ ഉൽപ്പത്തി എവിടെയാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമി ആകാശഗോളങ്ങൾ, കോടി കോടി നക്ഷത്രങ്ങൾ, ഇവിടെ ചരിക്കുന്ന പലവിധമായ ചരാചരങ്ങള്, ഇവിടുത്തെ സസ്യാദികള്, ഇവിടുത്തെ മനുഷ്യന്റെ കുടുംബം, ഇവിടുത്തെ തലമുറകള്, അല്ല ശാപം, പാപ്, അല്ല ഇവിടുത്തെ വായുമണ്ഡലങ്ങൾ, ഇതൊക്കെ എങ്ങനെ ഉളവായെന്ന് ഇന്നും ശാസ്ത്രത്തിന് പറയുവാൻ കഴിയാതെ ശാസ്ത്രം പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ ഈ ലോകത്തിന്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി മാത്രമല്ല, മനുഷ്യന്റെയും അല്ലെ പാപത്തിന്റെയും കുടുംബത്തിന്റെയും തലമുറയുടെയും ചരിത്രം വിളിച്ചു പറയുന്ന ഒരേ ഒരു ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ ഇന്നുവരെക്കാലം ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ സവിസ്തരമായി നിങ്ങളോട് വിളിച്ചറിയിക്കുകയും ചെയ്യുന്ന വിശുദ്ധ വേദ പുസ്തകമാണ്. അവിടെ പറയുന്നുണ്ട് ഈ ഭൂമി എങ്ങനെയുണ്ടായി, അവിടെ പറയുന്നുണ്ട് ഈ മനുഷ്യൻ എങ്ങനെയുണ്ടായി, അവന്റെ കുടുംബജീവിതം എങ്ങനെയുണ്ടായി, തലമുറകൾ എങ്ങനെയുണ്ടായി, മരണം എങ്ങനെയുണ്ടായി. ഞങ്ങൾ വിളിച്ചു പറയട്ടെ, എങ്ങനെ മരണമുണ്ടായി? എന്നാൽ എന്റെ കേൾവിക്കാരെ, ഇവിടെ ദൈവം മനുഷ്യരെ നിർമ്മിച്ചത് മരണമില്ലാത്തവരായിട്ടാണ്. നാം അത് മറന്നുപോകരുത്. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവും ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കിയത് മരിക്കുവാനല്ല, മരണം വഴിയായി മാറ്റപ്പെടുവാനല്ല, മരണമില്ലാത്തവനായി നിർമ്മിക്കുവാനായിട്ടിടയായി. എന്നാൽ മറൊരു ഭാഗമുണ്ട്, ദൈവം ഉണ്ട് എന്നതുപോലെ തന്നെ അതിന്റെ പിന്നിൽ മറ്റൊരു ശക്തിയുണ്ട്. അതാണ് പിശാചിന്റെ സ്വാധീനം, അല്ലെങ്കിൽ സാത്താന്റെ സ്വാധീനം എന്ന് പറയുന്നത്. ഒരു മലയുണ്ടെങ്കിൽ ഒരു താഴ്വരയുള്ളതുപോലെ, പകലുണ്ടെങ്കിൽ ഇരുളുള്ളതുപോലെ, അല്ലെങ്കിൽ വെളിച്ചമുണ്ടെങ്കിൽ ഉള്ളതുപോലെ, ഇതാ ദൈവമുണ്ട് എങ്കിലും അതിന് എതിരായ സാത്താനും ഈ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ മരണമില്ലാത്തവനായി മനുഷ്യനെ നിർമ്മിച്ചത് നിമിത്തമായിട്ട് സാത്താൻ എന്ത് ചെയ്തെന്നറിയാവോ? മനുഷ്യനെ എങ്ങനെയും തോൽപ്പിക്കപ്പെടണം, അവനെ മരണമുള്ളവനാക്കി മാറ്റണം, അവൻ ശമിക്കപ്പെട്ടവനായി മാറണം. ദൈവമാക്കിയതായ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും, എല്ലാ അനുഭവങ്ങളിൽ നിന്നും മനുഷ്യനെ താഴേക്കിറക്കുവാൻ അവൻ തന്ത്രം മെനഞ്ഞുകൊണ്ട് അതിൽ ആദ്യ മനുഷ്യനായ ആദാമിന്റെയും ഹവ്വയുടെയും അടുക്കൽ വന്നു. ഹവ്വയോട് പറഞ്ഞു, ദൈവം അവനോട് ഇപ്രകാരം ഒരു കൽപ്പന കൊടുത്തിരുന്നു, ഏതെന്ന തോട്ടത്തിന്റെ സകല വൃക്ഷഫലവും നിങ്ങൾക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിന് നടുവിലുള്ളതായ അറിവിന്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത്, നിങ്ങൾ തിന്നുന്ന നാളിൽ മരിക്കും. ഇത് മനസ്സിലാക്കിയ പിശാച് തന്ത്രം മെനഞ്ഞുകൊണ്ട് ഹവ്വയെ ചതിച്ചു. ഹവ്വ ചതിക്കപ്പെട്ടത് മുഖാന്തരമായി ആ ഫലം പറിക്കുക മാത്രമല്ല, അത് കഴിക്കുകയൂടെ ചെയ്തു. മരണത്തിന്റെ ഉൽപ്പത്തി എവിടെ തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ ബൈബിൾ വിവസ്തരമായി വിളിച്ചു പറയുന്നു, ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീർന്നു. മറ്റൊരു വാക്യം എങ്ങനെയുണ്ട്? പാപത്തിന്റെ ശമ്പളമാണ് മരണം. അങ്ങനെയാണ് എങ്കിൽ മരണം എങ്ങനെ ഉളവായെന്ന് ചോദിച്ചാൽ, ആദ്യ മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനയെ നിരസിച്ചപ്പോൾ, ദൈവത്തിന്റെ കൽപ്പനയെ തിരസ്കരിച്ചപ്പോൾ, ദൈവത്തിന്റെ കൽപ്പനയെ പുറകോട്ട് വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനിൽ പാപം കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ പാപത്തിന്റെ ശമ്പളമാണ് മരണം. പാപിയായ മനുഷ്യനിലേക്ക് മരണം കടന്നു വരുവാനായിട്ടിടയായി. എന്നാൽ ഞങ്ങളെ ശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അങ്ങനെയാണ് മനുഷ്യൻ ഭാവിയായി മാറ്റപ്പെട്ടത്. ഏകന്റെ ലംഘനത്താൽ, അനുസരണക്കേടിനാൽ ലോകത്തിലെ സകല മനുഷ്യരും ഭാവികളായി മാറ്റപ്പെട്ടു. നിങ്ങൾ
നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ തോന്നിയേക്കാം, ഇതാ ഒരു പിതാവ് പാപം ചെയ്താൽ വരുന്ന തലമുറകൾ പാപിയായി മാറ്റപ്പെടുമോ? നിശ്ചയമായി പാപിയായി മാറ്റപ്പെടും. നമ്മളൊരു രോഗവുമായി ഡോക്ടറുടെ കടന്നു ചെന്നാൽ അദ്ദേഹം നമ്മളോട് പറയും പ്രഷറും ഷുഗറും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറയും. നാം അത് ചെക്ക് ചെയ്ത് ചെല്ലുമ്പോൾ അവർ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ല വീട്ടിൽ ആർക്കെങ്കിലും ഷുഗറുണ്ടോ, വീട്ടിൽ ആർക്കെങ്കിലും പ്രഷറുണ്ടോ? കാരണം പാരമ്പര്യമായി ഇത് വന്നുകൂടുവാനുള്ള സാധ്യത വളരെയാണ്. കാരണം ഇത് രക്തത്തിലൂടെ അലിയപ്പെട്ടുകൊണ്ട് അടുത്ത തലമുറയിലേക്ക് ഇത് കൈമാറ്റം ചെയ്യുന്നു എന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. എങ്കിൽ ശാസ്ത്രത്തിന്റെ ഇത്രമാത്രം തെളിവുകൾ ഇല്ലാത്ത കാലഘട്ടത്തിന് നടുവില് ദൈവം പറയുകയാണ്, ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടക്കുക മാത്രമല്ല വീണ്ടുമുള്ളതായ സകല മാനവ ജാതിയുടെ മേലേക്കും ആ പാപവും അതിന്റെ ശിക്ഷയായ മരണവും കടന്നു വരുവാനായിട്ടിടയായി. എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് ഓടിയൊളിക്കുവാനോ മരണത്തെ കീഴ്പ്പെടുത്തുവാനോ നമുക്ക് കഴിയത്തില്ല. എനിക്ക് മരണത്തെ ഇഷ്ടമാണ്. എന്തുകൊണ്ട് എനിക്ക് മരണത്തെ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ചില കാരണങ്ങളുണ്ട്. കാരണം ഈ മരണത്തിന് മുഖപക്ഷമില്ല കേട്ടോ. ഈ മരണത്തിന് മുഖപക്ഷമില്ല. ഇവിടെ പലർക്കും പലതിനും മുഖപക്ഷമുള്ളപ്പോൾ മരണത്തിന് മുഖപക്ഷമില്ല. ആരായാലും മരണം കൊണ്ടുപോകുവാനായിട്ടിടയാകും. മരണത്തിന് ഭയമില്ല, മരണത്തിന് സഹാനുഭൂതിയില്ല, മരണത്തിന് ക്ഷമയില്ല കേട്ടോ. മരണത്തിന് സഹാനുഭൂതി ഉണ്ടായിരുന്നെങ്കിൽ മാതാപിതാക്കന്മാരെ നഷ്ടപ്പെടുത്തി മരണം മാതാപിതാക്കന്മാരെ തട്ടിക്കൊണ്ടുപോയി പിഞ്ചു കുഞ്ഞുങ്ങളെ ലോകത്തിന് സമ്മാനിക്കയില്ലായിരുന്നു. സഹാനുഭൂതി ഉണ്ടായിരുന്നു എങ്കിൽ വിവാഹം കഴിച്ച് ഒരാഴ്ചയാകുമ്പോൾ ഭാര്യ ഭർത്താവോ ഈ ലോകത്തിന് മരണം വഴിയായി മാറ്റപ്പെടുകയില്ലായിരുന്നു. മരണത്തിന് ക്ഷമയില്ല കേട്ടോ. അതുകൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നാലും ഉറങ്ങാൻ കിടന്നാലും ഭാര്യയെ സംസാരിച്ചു കൊണ്ടിരുന്നാലും മരണം അവരെ വേർതിരിക്കുവാനായിട്ട് ഇടയായി തീരും. ആരായാലും കൊള്ളാം, ഏതവസ്ഥയിൽ ജീവിക്കുന്നവനായാലും കൊള്ളാം, ദരിദ്രനായാലും വിദ്യാസമ്പന്നനായാലും 5 നിലയിൽ വീടിൽ കിടക്കുന്നവനായാലും 5 കോടിക്ക് അധിപതിയായാലും മരണം അവരെ കൂട്ടിക്കൊണ്ടുപോകുവാനായിട്ടിടയാകും. ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, അപ്പോൾ മരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കാർന്നു പിടിക്കുക തന്നെ ചെയ്യും. അവയിൽ നിന്ന് ജയമെടുക്കുവാനോ അതിനെ പോരാടി ജയിക്കുവാനോ നമുക്ക് കഴിയത്തില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ അടുത്ത നടപടി, എന്താ നാം ചെയ്യേണ്ടത്? അപ്പൊ മരിക്കാതിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിങ്ങൾ മരിക്കയില്ല. ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയുന്നത് നിങ്ങൾ മരിക്കയില്ല എന്നുള്ള ഒരു വാർത്തയാണ്. ഇതാ സംഭവമായിട്ടോ ഇതൊരു പൊട്ടവാക്കായിട്ടോ നിങ്ങൾക്ക് തോന്നുവാനായിട്ടിടയായി തീരും. ഇതൊരു കള്ളവാക്കോ പൊട്ടവാക്കോ ഇതൊരു ഭോഷത്വമായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ മരണത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കുവാനായിട്ടിടയാകണം. ഈ നിൽക്കുന്ന ഞങ്ങളാരും മരിക്കത്തില്ല കേട്ടോ. അല്ല, ഞങ്ങൾ മരണത്തിനപ്പുറത്തേക്ക് കിടക്കും. അതുകൊണ്ട് എന്റെ വീണ്ടുമുള്ള തുടർന്നുള്ള ചില ഭാഗങ്ങൾ കൂടെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുകയാ. അല്ലല്ലേ, ഞങ്ങൾ മരിക്കയില്ലെന്ന് ആവർത്തിക്കുന്നതിന്റെ കാരണം എന്താണ്? മരണത്തെ അതിന്റെ നിലയിൽ ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന മരണം എന്ന് പറയുന്നത് 60 വയസ്സോ 40 വയസ്സോ 80 വയസ്സിൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന ഈ അവസ്ഥയല്ലേ മരണം എന്ന് പറയുന്നത്. എന്നാൽ ഇതല്ല മരണം എന്ന് പറയുന്നത്. ഇത് മരണത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ ഇതിനപ്പുറമായ ഒരവസ്ഥയുണ്ട്. ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയാം, മരണത്തിന് 3 അവസ്ഥയുണ്ട്. ആ 3 അവസ്ഥയിൽ ഒന്നാണ് ഈ ലോകത്ത് നിന്ന് നാം വിട പറയുന്നു പോകുന്ന മരണം എന്ന് പറയുന്നത്. 30 വയസ്സിലും 20 വയസ്സിലും 60 വയസ്സിലും ലോകത്തോട് വിട പറഞ്ഞു പോകുന്നതായ ഈ അവസ്ഥയെ മരണമെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ വിളിച്ചു പറയുന്നത് ശാരീരിക മരണമെന്നാണ്. നിങ്ങളവയെ മരണമെന്ന് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു അത് മരണമല്ല, അത് ശാരീരിക മരണമാണ്. അപ്പോൾ മറ്റ് ഏതൊക്കെയോ മരണങ്ങളില്ലേ? ഒന്ന്, നമുക്ക് ശാരീരിക മരണമുണ്ട്, അതാണ് ഇവിടെ സംഭവിക്കുന്ന മരണം എന്ന് പറയുന്നത്. എന്നാൽ അടുത്തൊരു മരണമുണ്ട്, അത് ആത്മീയ മരണമാണ്. ഏതാണ് ഈ ആത്മീയ മരണം എന്ന് പറയുന്നത്? സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ഈ മനുഷ്യജന്മം നൽകി ഈ ഭൂമിയിൽ നിങ്ങളെ ആക്കി വെക്കുമ്പോൾ സർവശക്തനായ ദൈവത്തെ അംഗീകരിക്കാതെ അറിയാതെ അവനെ തഴഞ്ഞുകൊണ്ട് നിങ്ങൾ ജീവിതം നയിച്ച് ദൈവത്തിൽ അകന്നു പോകുന്ന അനുഭവത്തെയാണ് ആത്മീയ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ശാരീരിക മരണം, 2 ആത്മീയ മരണം. ഇനിയൊരു മരണമുണ്ട് കേട്ടോ. ആ മരണമാണ്
ഏറ്റവും വലിയ മരണം എന്ന് പറയുന്നത്. ആ മരണത്തിനകത്തോ വില കൽപ്പിക്കേണ്ടത്, ആ മരണത്തിനകത്തോ ആ മരണത്തിൽ മുമ്പിലാണ് നാം ജയം നേടേണ്ടത് അനിവാര്യമായിരിക്കുന്നത്. അത് ഏത് മരണമാണ്? അത് നിത്യമായ മരണമാണ്. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഇവിടെ ഞങ്ങൾ മരിക്കും, ഇവിടെ ഞങ്ങൾ ശാരീരിക മരണത്തിന് ഞങ്ങൾ ഉടമയായി മാറും. പക്ഷേ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരായ ഞങ്ങൾ രൂപാന്തര ശരീരത്തോടെ ദൈവത്തെ എതിരേറ്റു വീണ്ടുമുള്ള കാലങ്ങൾ അവനോടുകൂടെ ആയിരിക്കും. ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഞങ്ങളെപ്പോലെ നിങ്ങളും തന്നെ ഈ ലോകത്തിൽ ശാരീരികമായ മരണത്തിന് അടിമപ്പെട്ട് അതിനപ്പുറമായി ഞാനും നിങ്ങളും ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം. അല്ലെ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നീ വെച്ചിരിക്കുന്നു. മരണം കൊണ്ട് അവസാനിച്ച് എന്ന് കരുതരുത്. രോഗിയായി കിടക്കുന്ന മാതാവേ, ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നുണ്ടാകാം, എത്രയും വേഗം എന്നെ ഒന്ന് മരണം പിടിക്കട്ടെ, ഈ ദുരന്ത അനുഭവത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ ലഭിക്കുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. എങ്കിൽ ഈ മരണം കൊണ്ട് അവസാനമല്ല, ദൈവത്തിന്റെ കോടതിയുണ്ട്. എന്ന് പറഞ്ഞാൽ ദേഹി ആത്മാവിനാൽ നിർമ്മിതമായ മനുഷ്യന്റെ ശരീരം ഈ ഭൂമിയില് ചാരത്തിനോ അല്ല ഏത് വിധേനയോ ഇവിടെ അസ്തമിക്ക് ഇവിടെ പോയാലും പറയട്ടെ, ദൈവം നമ്മെ ഈ മനുഷ്യരൂപത്തിൽ വീണ്ടുമാക്കി അവന്റെ ന്യായാസനത്തിന് മുമ്പാകെ, അവന്റെ കോടതിയുടെ മുമ്പാകെ നാളെ ഈ ലോകത്തിലെ സകല 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 മനുഷ്യരും കടന്നു ചെല്ലേണ്ടി വരും. അവൻ നമ്മെ ന്യായം വിധിക്കും. ആരുമായിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനിയായാലും ദൈവം ന്യായം വിധിക്കും. ഏത് മനുഷ്യനായിക്കൊള്ളട്ടെ, ഏത് കുലത്തിൽ പിറന്നവനായിക്കൊള്ളട്ടെ, മരണത്തിനപ്പുറമായി ദൈവം നിങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ന്യായാസനമുണ്ട്, ഒരു സിംഹാസനമുണ്ട്. അവിടെ ദൈവം നിങ്ങളെ ന്യായം വിധിക്കും. നിങ്ങൾ പാപത്തിന് മോചനം ലഭിച്ചതായ ദൈവത്തിന്റെ മക്കളായി മാറ്റപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് നിത്യമായ സ്വർഗവും അല്ല, നിങ്ങൾക്ക് നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ കഴിയാതെ വന്ന് പാപിയായി ജീവിച്ചു പാപത്തിൽ മരിച്ചു നിങ്ങൾ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥലമാണ് നിത്യ നരകം, അല്ല എങ്കിൽ നിത്യ മരണം എന്ന് പറയുന്നത്. ദൈവം നമ്മെ ന്യായം വിധിക്കും. ആ ന്യായവിധി യേശുവിന്റെ സുവിശേഷ നിമിത്തമായിരിക്കും. യേശു ചോദിക്കും, ഭാവിയായ മനുഷ്യൻ നിന്ന് പാപത്തെ മോചിക്കുവാൻ ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച നസ്രായനായ യേശു 33 വയസ്സിൽ റോമൻ പടയാളികളാൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളുടെ മേൽ ക്രൂശിതനായി തന്റെ അവസാന രക്തം പോലും യേശു ക്രിസ്തു ഈ ലോകത്തിന്റെ മാനവജനതയുടെ പാപത്തിന് പരിഹാരത്തിനായി ഒരുക്കി യേശുവിന്റെ രക്ത നിമിത്തമായി പാപമോചനം നമുക്ക് നൽകിയിട്ട് നീ ആ യേശുവിലൂടെയുള്ള പാപമോചനം പ്രാപിച്ചോ? നീ ആ യേശുവിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടവരായി മാറിയോ? അതിന് നടുവിൽ യേശുവിലൂടെയുള്ളതായ രക്ഷ ഞാനും നിങ്ങൾ നേടിയില്ല എങ്കിൽ അവന്റെ കോടതിയുടെ നടുവിൽ നിന്ന് അവൻ നമ്മെ തള്ളിക്കളയും. നാം തള്ളപ്പെട്ട് ചെല്ലുന്ന ഇടപാട് നിത്യമായ മരണം എന്ന് പറയുന്നത്. ബൈബിൾ അതിന് മറ്റൊരു ഭാഗം വാക്യങ്ങൾ എടുക്കുന്നു. നിത്യ നരകം, കടാത്തതയും ജാകാത്ത മുഴുവനാലും നിറയപ്പെട്ട നിത്യ നരകത്തിലേക്ക് നമ്മളെ തള്ളിക്കളയും. അവിടെ നിന്നൊരു ഭോജനമില്ല, അവിടെ നിന്നൊരു രക്ഷ നമുക്കുണ്ടാകയില്ല. ആകയാൽ ഇതാ സുപ്രസാദകാലം, ഇതാ രക്ഷാദിവസം. നിത്യമായ മരണത്തിലേക്ക് തള്ളപ്പെടാതിരിക്കണമെങ്കിൽ ഈ ആയുസ്സിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുവിനെ നിങ്ങളുടെ ദൈവമായിട്ട് അംഗീകരിക്കണം. 11 കോടിയിൽ പരം രക്തസാക്ഷികൾ
ഈ ദൈവത്തിന്റെ പേരിൽ ലോകത്തിൽ നിന്ന് മരണം വഴിയായി കൊല്ലപ്പെട്ടിട്ടും ഇതിനെ ധരിക്കാതെ വണ്ണം ശങ്കുറപ്പോടെ ഈ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ശാരീരിക മരണം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനപ്പുറമുള്ള ഒരു നിത്യമരണത്തിലേക്ക് ഞങ്ങൾ തള്ളപ്പെടുകയില്ല. യേശുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച് ദൈവം ഞങ്ങളെ ന്യായം വിധിച്ച് നിത്യമായ സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാലം ഞങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് ഒരു ബൈബിൾ പഠിതാവിന് അറിയാവുന്നതുകൊണ്ട് ഇവിടുത്തെ മരണത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാ. ആകയാൽ ഞാനെന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ഞങ്ങളെ ശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ മരിക്കയില്ല, മരണത്തിനപ്പുറം ഒരു ജീവനുണ്ട്, ജീവിതമുണ്ട് എന്ന് തെളിയിക്കാൻ കാരണം നിങ്ങൾ പലസ്തീൻ ഗോൽഗോഥ മലയുടെ മുകളിലേക്കൊന്ന് നോക്ക്. യേശു മരിച്ചു, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. യേശുവിനെ അടക്കിയത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇന്നും അനേക രാജ്യങ്ങളിൽ നിന്നും അനേക സഞ്ചാരികൾ, വിനോദസഞ്ചാരികൾ യേശുവിന്റെ കല്ലറയെ കാണുവാൻ കടന്നു ചെല്ലുകയാ. ലോകത്തിനു മുമ്പിൽ നിന്നും ചരിത്രത്തിൽ സാക്ഷിയായി ഒരു കല്ലറ തുറക്കപ്പെട്ട് കിടക്കുകയാ. കോടി കോടി രാജാക്കന്മാരോ നേതാക്കന്മാരുടെ കല്ലറകൾ ഇന്നും അടച്ച് ലക്ഷാവർഷം ഒരുപക്ഷെ അതിന് പുഷ്പങ്ങൾ കൊണ്ട് ചാർത്തുമ്പോൾ ഫലസ്തീനിൽ ഒരു കല്ലറ തുറക്കപ്പെട്ടതിന് മുമ്പിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, യേശു ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാ മരണത്തെ ജയിച്ചുകൊണ്ട് കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു എങ്കിൽ യേശു ഇങ്ങനെ പറയുന്നു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവരും ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടിടയാക. മരിച്ച ഒരു യേശുവിനെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. യേശുവിന്റെ കല്ലറയിന്ന് അടക്കപ്പെട്ട് പാലസ്തീനിൽ കിടന്നിരുന്നു എങ്കിൽ ഈ വീതിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സവിസ്തര സധൈര്യമായി യേശുവിനെ ഉയർത്തുകയില്ലായിരുന്നു. മരണത്തെ ജയിച്ചുകൊണ്ട് കർത്താവായ യേശു ഇന്നും ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ഇന്ന് കാലം പ്രിയപ്പെട്ടവരെ, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അതാണ് യേശു നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ആകയാൽ ആ യേശുവിനെ നിങ്ങളുടെ ദൈവമായി, ആ യേശുവിനെ നിങ്ങളുടെ കർത്താവായി, രക്ഷകനായി അംഗീകരിച്ച് യേശുവിലൂടെയുള്ള പാപമോചനം പ്രാപിച്ച് ദൈവം ന്യായം വിധിച്ചാലും അവന്റെ രാജ്യമായ നിത്യരാജ്യമായ സ്വർഗരാജ്യം പോകുവാൻ എവരെയും ദൈവാത്മാവ് ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ശ്രമിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിക്കുന്നു. തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.